ഹലോ ഗായ്സ്, ഒറ്റമിങ് തീർന്നിക്ക് പോലെ 90s കിഡ്സിനും 2K കിഡ്സിനും തീരെ പരിചയമില്ലാത്ത ഒരു സംഭവം, ഒരു ഡിഷിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. ഏകദേശം വല്യപ്പൻ്റെ ചെറുപ്പകാലത്തിൽ ഉള്ള ഒരു സംഭവം, ഒരു ഡിഷ്. വല്യപ്പൻ്റെ ബാല്യകാലത്തുള്ള ഒരു ഡിഷ്. എന്തിനു പേര്? കുഞ്ഞിക്കോയ അല്ല, കൊച്ചിക്കോയ. വല്യപ്പന്റെ പേരാണ് ഉമ്മ പറഞ്ഞത്. വല്യപ്പന്റെ പേര് കുഞ്ഞിക്കോയ, നമ്മൾ ഡിഷിന്റെ പേര് കൊച്ചിക്കോയ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 മൈസൂർ പഴം. അത് മെല്ലെ പിഞ്ഞാണത്തിലേക്കാ ചട്ടിയിലേക്കാ എന്തിലാച്ചാല് തട്ടുക. അത് ഒരു 4 എങ്ങനെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. പിന്നെ കുറച്ച് നല്ല തേങ്ങ വേണം. ഓക്കെ, അത് ഇതങ്ങനെ നല്ല വൃത്തിക്ക് നല്ല കുളൂസാക്കിയിട്ട് അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതാ കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര, കുറച്ച് ചെറിയ ഉള്ളി. അപ്പം നമ്മൾ നേരത്തെ കണ്ട മൈസൂർ പഴവും ആ ചെറിയ ഉള്ളി അരിഞ്ഞതും മിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് തട്ടാൻ പോണത് കുറച്ച് ശർക്കര. നമ്മൾ നേരത്തെ കാണിച്ച ശർക്കര നേരെ പിഞ്ഞാണത്തിലേക്ക് തട്ടുക. ഇതൊക്കെ തട്ടണത് കറക്റ്റ് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. വലിയ ബിരിയാണി വെക്കണ പണിയൊന്നുമില്ല, എന്നാലും അതങ്ങോട്ട് മിക്സ് ആക്കുക. തേങ്ങയും കൂടി ഇടുക. യാല്ല, ആ തേങ്ങ അതിൽ തട്ടിയിട്ട് ഒരു കൊയ, ഒരു 1.5 കൊയ. അപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടി മിക്സാക്കി ആ 4 ഐറ്റംസ് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളതിൽ കുറച്ച് അവലുണ്ട്, ആവശ്യമായിട്ടുള്ള മാത്രമേ ഇടാം. 1 കിലോ അവൽ തട്ടിക്കഴിഞ്ഞാൽ വലിയ റങ്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് അവലും കൊണ്ട് തട്ടിയിട്ട് കൊയ ഒരു കൊയക്കും കൂടി കുഴച്ച് കൊടുക്കുക. അപ്പം എന്താ വൃത്തിക്ക് ആവും. നമ്മൾ പാകത്തിനുള്ള കേട്ടോ എടുത്തത്, അപ്പോൾ കൂടുതൽ എടുത്തില്ല. അമ്മൻ്റെ കൈയൊക്കെ വറക്കാനുണ്ട്. ഇനിയൊരു 1.5 കൊയാണ് ഇനി. അങ്ങനെ കുഴച്ച് മിക്സ് ആക്കിയിട്ടൊരു 5-10 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കൊച്ചിക്കോയ റെഡി ആയിക്കണം. ഇനി നമ്മളെ പരിപാടി നടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല സാധനം കേട്ടോ, അടിപൊളി സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി.